തൃശൂർ കാഞ്ഞാണിയിൽ ആംബുലൻസിന് തടസ്സം സൃഷ്ടിച്ച് സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം. ട്രാഫിക് ബ്ലോക്ക് മറികടന്ന് തെറ്റായ ദിശയിലെത്തിയ ബസ്സുകളാണ് ആംബുലൻസിന്റെ യാത്ര തടസ്സപ്പെടുത്തിയത്. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. അശ്വിനി, ബസ്സുകളുടെ മത്സരയോട്ടവും തുടർന്നുണ്ടാവുന്ന അപകടങ്ങളുമൊക്കെ ദിനംപ്രതി വാർത്തയാവുന്നതാണ്. അതിനിടയിൽ ഇപ്പോഴിതാ ഒരു ആംബുലൻസിന്റെ വഴിമുടക്കുന്ന നിലയിലേക്ക് അത് പോയിരിക്കുന്നു. നടപടി ഉണ്ടായിട്ടുണ്ടോ അശ്വിൻ? നിലവിൽ ഇതുവരെ പോലീസ് ഈ വിഷയത്തിൽ നടപടി എടുത്തിട്ടില്ല. ഇന്നലെ തന്നെ സംഭവത്തിന് പിന്നാലെ തന്നെ ആംബുലൻസിന്റെ ഡ്രൈവർ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതാണ്. പക്ഷേ ഇതുവരെ നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് അറിയുന്നത്. പുത്തൻപീടികയിലെ ഒരു ആശുപത്രിയിൽ നിന്നും തൃശ്ശൂരിലെ മറ്റൊരു ആശുപത്രിയിലേക്ക് അതീവ ഗുരുതരാവസ്ഥയിലുള്ളൊരു രോഗിയുമായാണ് ഈ ആംബുലൻസ് വൈകുന്നേരം 4:30 ഇന്നലെ വൈകിട്ട് യാത്ര തിരിച്ചത്. വലിയ രക്തസ്രാവമുള്ള രോഗിയാണ്. അടിയന്തരമായി തന്നെ കൂടുതൽ സൗകര്യങ്ങളുള്ള ആശുപത്രിയിലേക്ക് മാറ്റണം എന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് ആംബുലൻസുമായി റോഡിലേക്ക് ഇറങ്ങിയത്. ഈ കാഞ്ഞാണിയിൽ സ്വാഭാവികമായി എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ തിരക്കുണ്ടാവാറുള്ളതാണ്. അതിനിടെയാണ് ഈ വാഹനത്തിൻ്റെ വലിയ നിരയുടെ ഏറ്റവും പുറകിൽ നിന്ന് 3 സ്വകാര്യ ബസ്സുകൾ അമിത വേഗത്തിൽ എതിർദിശയിൽ തെറ്റായ ദിശയിൽ കയറി മുന്നിലേക്ക് എത്താനുള്ള ശ്രമവുമായി വരുന്നത്. അതിനിടെയാണ് ആംബുലൻസിൻ്റെ വഴി തടസ്സപ്പെടുന്നത്. 2 വാഹനങ്ങൾ വന്നാൽ ഒരു കാൽനട യാത്രക്കാരന് പോലും അതുവഴി നടന്നു പോകാൻ വീതിയില്ലാത്ത റോഡാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഈ സ്വകാര്യ ബസ്സിൻ്റെ ഒരു കടന്നുകയറ്റം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ഈ വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോഴല്ലാതെ ഈ ബസ് അവിടെ നിന്ന് മാറ്റാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ 3 ബസ്സുകൾ മാറ്റി ആംബുലൻസിന് വഴിയൊരുക്കിയപ്പോൾ ഏകദേശം 5 മിനിറ്റിന് മുകളിലായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. രക്തസ്രാവമുള്ളൊരു രോഗിക്ക് 5 മിനിറ്റ് എന്ന് പറയുന്നത് വളരെ വലിയ വില കൊടുക്കേണ്ടി വരുന്ന സമയം കൂടിയാണ്. ഏതായാലും അങ്ങനെ ഏറെ വൈകിയാണ് ആശുപത്രിയിൽ എത്തിയത്. രോഗിക്ക് വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഏതായാലും പോലീസിന് ഈ വിഷയത്തിൽ നടപടിയെടുക്കണം എന്നുള്ള ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ നമ്പർ അടക്കമുള്ള ദൃശ്യങ്ങൾ ആംബുലൻസ് ഡ്രൈവർ തന്നെയാണ് പകർത്തി നമുക്ക് നൽകിയത്. അത് പോലീസിനും കൈമാറിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ നടപടിയെടുക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. റിജിത്ത്. ശരി, അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു.